ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് ഒന്നും കാണാറില്ല കേട്ടോ. യൂട്യൂബ് കാണാറുണ്ട്, പിന്നെ വാട്സപ്പ് നന്നായിട്ട് ഉപയോഗിക്കും. ഫേസ്ബുക്ക് അങ്ങനെ നോക്കാറില്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അതൊന്നും അത്ര വലിയ നോക്കാറൊന്നുമില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരു വാർത്ത കണ്ടു കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ കുറേ ചാനലുകളൊരു വാർത്ത കണ്ടു. അതായത് നമ്മുടെ ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു ചെക്കൻ, നമ്മുടെ നാട്ടിൽ പഠിക്കാൻ വന്ന ഒരു ചെക്കനെ നമ്മുടെ നാട്ടിലത്തെ ഒരു പെൺകുട്ടി പറ്റിച്ചിട്ട് പോയെന്ന് അറിയാലോ. സ്നേഹ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആ ചെക്കന് തേച്ചിട്ട് പോയി. ഇത് തേച്ചിട്ട് പോലെ ആദ്യത്തെ സംഭവമൊന്നും അല്ല കേട്ടോ. പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആണുങ്ങളായിരുന്നു തേച്ചിട്ട് പോകാറ്. ഇപ്പം അത് പെണ്ണുങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരുടെയും പറയണേക്കാണ്ടല്ലോ, സ്ത്രീയും പുരുഷനും ഒന്നാണ്, രണ്ടുപേർക്കും ഒരേ അവകാശങ്ങളാണ്. രണ്ടുപേർക്കും, അതായത് സ്ത്രീക്ക് എത്ര അവകാശമുണ്ടോ അതുപോലെ പുരുഷനും ഉണ്ട്, പുരുഷന് എത്ര അവകാശമുണ്ടോ അതുപോലെ സ്ത്രീക്കും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇപ്പം എല്ലാവരും പിടിയും വലിയും കൂടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് കമ്മിയാവണ്ട പറഞ്ഞിട്ടായിരിക്കാം പണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളെ പറ്റിച്ചു. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ ആണുങ്ങളെയും പറ്റിക്കാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ആഫ്രിക്കൻകാരനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ പെൺകുട്ടീനെ കുറിച്ചിട്ടോ മാത്രമല്ല പറയുന്നത്, പൊതുവേ ഉള്ളൊരു ഇതാണ് ഞാൻ പറയണത്. നമ്മുടെ കണ്ണിൽ കണ്ട ഒരു കാഴ്ചയാണ്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനൊന്നും യാതൊരു വിലയില്ല. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേമം, അതിന് യാതൊരു വിലയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം നല്ലതാണ്. അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേമിക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും അവർ പരസ്പരം നല്ലൊരു രീതിയിലായിരിക്കാം പോയിണ്ടാവുക. ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നല്ല രീതിയിലല്ല പോകണം. നമ്മൾ കാണുന്നുണ്ടല്ലോ, എന്തിന് ഞാനിപ്പോൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് ഇപ്രാവശ്യം നമ്മൾ ജൂണിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടൊരു കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ പെൺകുട്ടിയുടെ ചെകിട്ടടിച്ച് പൊട്ടിച്ചാലോ എന്ന് വരെ വിചാരിച്ചതാണ്. പക്ഷെ നമ്മൾ കയറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം കൂടി നമ്മളെ തല്ലിക്കൊല്ലും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നമുക്ക് എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളും നമ്മൾ ഇടപെടണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സ്ഥാനത്ത് എൻ്റെ കുട്ടിയായിരുന്നെങ്കിലും ഞാൻ ചിന്തിച്ചു പോയി. കാരണം ആ പെൺകുട്ടി എങ്ങനെ പോയി, എൻ്റെ കിച്ചു ഇപ്പോൾ 7ലാണ് പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായാലും ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒന്നും ആയിട്ടുണ്ടാവില്ല, ഒരു 8, 9 കഷ്ടി അത്ര ആയിട്ടുള്ള ആ പെൺകുട്ടി വളരെ ചെറിയൊരു പെൺകുട്ടിയാണ് കേട്ടോ. ആൺകുട്ടിയും അതെ, ഏറി വന്ന ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു +1 അത്ര ആയിട്ടുള്ളൂ. 2 ചെറിയ മക്കളാണ്. അവർ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് കാണിക്കിന് കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല. കാരണം ഒരമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റില്ല. നമ്മളും ഇതുപോലെ മക്കളെ വളർത്തുന്നവരല്ലേ. പഠിക്കാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് നമ്മൾ എന്താ പറയുക, ഇല്ലാത്ത കാശുണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ മക്കളെ അറിയിക്കാണ്ടാണ് നമ്മൾ അവരെ പഠിപ്പിച്ചിതാക്കുന്നത്. പക്ഷെ അവർ സ്കൂളിലേക്കാന്നും അല്ലെങ്കിൽ കോളേജിലേക്കാന്നും പറഞ്ഞു പോണത് ഒരിക്കലും അവർ സ്കൂളിലേക്കും കോളേജിലേക്കൊന്നും അല്ല. കാരണം അന്ന് സ്കൂളുള്ള ദിവസമായിട്ടും കൂടെ യൂണിഫോം ഇട്ടിട്ടാണ് ഈ പെൺകുട്ടിയും ഈ ആൺകുട്ടിയും ആ സ്റ്റേഷനിൽ ഇരുന്ന് കാട്ടിക്കൂട്ടുന്നത്. എന്തോരം ജനങ്ങൾ അതേ പോണതാണ്. എല്ലാവരും നോക്കിയിട്ട് അവരെ നോക്കി ചിരിക്കുക എന്നല്ലാതെ ഈ കുട്ടികൾക്ക് യാതൊരു കുലുക്കുമില്ല. ഞാൻ എന്നിട്ട് ശിവേട്ടനോട് പറയും, ഇത്രയും പേര് നോക്കി പോകുമ്പോൾ ഒരാളെങ്കിലും അതുങ്ങളെ അവിടുത്തെ ചീത്ത പറഞ്ഞിട്ട് കടന്നിട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ 1-2 കൊടുത്താലെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും നോക്കുന്നു, കുറേ പേരത് ഫോണിൽ വീഡിയോ എടുക്കുന്നു. എന്നിട്ട് എന്താ കാര്യം? ഈ വീഡിയോ എങ്ങാനും അവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതുങ്ങൾ ജീവിച്ചിരിക്കുമോ? അപ്പോൾ ഭയങ്കര മോശമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പറയാതെ വെച്ച് നമ്മൾ കണ്ട കാര്യം മാത്രമല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ഞാൻ കണ്ട ഇന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പെൺപിള്ളേർ നമ്മുടെ ആന്ധ്രയ്ക്ക് പഠിക്കാൻ വരുന്നുണ്ട്, പഠിക്കാനായിട്ടും ജോലിക്കായിട്ടും വരുന്നത്. ഇതുപോലെ ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് പോകണ്ടാവും. അപ്പം നമുക്ക് അവിടുത്തെ കാര്യമൊന്നും അറിയില്ല, നമ്മൾ നമ്മുടെ കണ്ണിൽ കണ്ട കാര്യം മാത്രമേ പറയാൻ പറ്റൂ. ഇതുപോലെയാണ് നമ്മുടെ ശബരി എക്സ്പ്രസ്സിലാണ് കേട്ടോ ഞങ്ങൾ നാട്ടിലേക്ക് പോവാറും വരാറും. നമുക്ക് ആ ഒറ്റ ട്രെയിനേ ഉള്ളൂ. അതായത് നമ്മുടെ ഒറ്റപ്പാലത്ത് നിന്ന്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിനാണത്. അത് ഹൈദരാബാദ് വരണ്ട. അപ്പം ഞങ്ങളുടെ ഈ ഗുണ്ടൂർ കൂടെ ആ ഒറ്റ ട്രെയിനാണ് പോകുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഗുണ്ടൂർ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ തന്നെ വരണം. ആ ട്രെയിനിൽ ഒത്തിരി മലയാളീസ് പെൺപിള്ളേരുണ്ടാവും. ഞാൻ എല്ലാ പെൺപിള്ളേരെയും അല്ല കുറ്റം പറയുന്നത്. പക്ഷേ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺപിള്ളേർ അതിൽ വരുന്നവരുണ്ടായിരിക്കാം, പോണവരുണ്ടായിരിക്കാം. ഞാൻ അതിൽ എല്ലാ പെൺകുട്ടികളെയും പറഞ്ഞിട്ടില്ല, അതിലത്തെ കുറച്ച് പെൺകുട്ടികളെ. അതായത് ഒരു 80% അതിനകത്ത് വരുന്ന കുട്ടികളും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. നമുക്കൊന്നും മക്കളെ കൊണ്ട് എന്താ പറയുക, ഇരിക്കാൻ പറ്റില്ല. മക്കളുടെ ചെവി പൊത്തി വെച്ചിട്ട് വേണം നമ്മൾ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അത്രയ്ക്കും അതുങ്ങൾ പറയണതാവട്ടെ ചെയ്യണതാവട്ടെ ഭയങ്കര മോശമാണ്. ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ്, ഏറ്റവും നല്ലൊരു തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ്. കാരണം നമുക്ക് നമ്മുടെ അച്ഛനോടോ അമ്മയോടോ ആരോടും പറയാൻ പറ്റാത്ത കാര്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും. ഫ്രണ്ട്ഷിപ്പിന് അത്രയും വാല്യൂ ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ കുറച്ച് ആൾക്കാർ അതിൻ്റെ വാല്യൂ വല്ലാണ്ട് കളയുന്നുണ്ട്. ആ ശബരി എക്സ്പ്രസ്സിലൊന്നും ബാത്റൂമിൻ്റെ ആ വഴിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ അമ്മോ, നമുക്ക് എന്താ പറയുക, അറപ്പ് വരും. അപ്പം നമ്മളും കല്യാണം കഴിഞ്ഞ മക്കളും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. എന്നാലും
ഇവരുടെ ഈ കാട്ടിക്കൂട്ടൽ കണ്ടു കഴിഞ്ഞാൽ അറപ്പ് വരും. സത്യത്തിൽ എന്താ പറയുക, ഒറ്റ ചവിട്ടി ഞാൻ താഴേക്ക് ഇടാൻ തോന്നും. അത്രയ്ക്കും കാട്ടിക്കൂട്ടൽ കൂടുതലാണ്. എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? അപ്പം നമ്മൾ അച്ഛനും അമ്മയും വിചാരിക്കും മക്കൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ദൂരെ പോയി പഠിക്കുന്നു എന്ന് ചിന്തിക്കും. പക്ഷേ ഇതുങ്ങൾ ഈ ട്രെയിനിലെ ഇങ്ങനെ കാട്ടിക്കൂട്ടുമ്പോൾ, അതും ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടുമ്പോൾ എന്തുമാത്രം അവരുടെ വീട്ടുകാരെ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. കാരണം നമുക്ക് മക്കൾ വളർന്നു വരുന്നുണ്ട്, നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും പറയുകയാണ്, ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി ഇത് കേട്ടിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം വളരെ മോശമാണ്. നമ്മുടെ അച്ഛനും അമ്മയും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് നമ്മളെ വളർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരം എന്താ പറയുക, ഇങ്ങനത്തെ ഒന്നും നിൽക്കരുത്. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ അതിൻ്റെ വാല്യൂ കളയരുത്. അത് ഫ്രണ്ട്ഷിപ്പോടെ തന്നെ ഇരിക്കണം. അല്ല നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം. ഇല്ല ഇനിയിപ്പോൾ അതിനും താല്പര്യം, നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാം. പക്ഷേ അതൊന്നും 4 ആൾക്കാരെ കാണിക്കേണ്ട രീതിയിലാവരുത്. നിങ്ങൾക്കിടെ അവരോരുടെ സ്വാതന്ത്ര്യമാണ്. കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ കല്യാണം കഴിക്കണ്ടേ, പഠിക്കണോ പഠിക്കണ്ടേ, അതൊക്കെ അവരോരോ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതൊരിക്കലും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവരുത്. ഈ ട്രെയിനിലൊക്കെ എന്തുമാത്രം ആൾക്കാർ വെറുതെ ചെറിയ ചെറിയ പിള്ളേരുണ്ടാവും. അവരൊക്കെ ഇത് കാണുകയല്ലേ. ആ കടക്കാൻ പറ്റില്ല, ബാത്റൂമിൻ്റെ അവിടേക്ക് പോകുമ്പോഴേക്കും നമുക്ക് അറപ്പായിട്ട് നമ്മൾ തിരിച്ചു വരേണ്ട ഗതികളാണ്. എല്ലാ ട്രെയിനിലും ഉണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു ട്രെയിനിൽ ഞാൻ എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോഴും വരുമ്പോഴും ഇതേ കാഴ്ചയാണ്. ഏറ്റവും കൂടുതൽ കാഴ്ച പോകുമ്പോഴാണ്, അതായത് ഉച്ചയ്ക്കാണ് ആ ട്രെയിന് നമുക്ക് വരണത്. ആ സമയത്ത് കയറുന്ന ആൾക്കാരാണ്. ഒട്ടും തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്തിനാ അങ്ങനെയൊക്കെ നിൽക്കണം തോന്നും. എന്നിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം വരുമ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു പ്ലേറ്റിൽ നിന്ന് ചോറുണ്ടോണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക അടുത്തിരുന്നോണ്ടോ ഒന്ന് തോളിൽ കൈയിട്ടോണ്ടോ അതൊന്നും കുഴപ്പമില്ല. ഒക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ അതിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോകാം. പണ്ടൊന്നും ഇങ്ങനെ ഇല്ല. എന്നാലും ഇന്നിപ്പോൾ ഒരുപാട് കാലം മാറിപ്പോയി. ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്, നല്ല വശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നവരുണ്ട്, അടുത്തടുത്ത് ഇരിക്കുന്നവരുണ്ട്, ഒരുപാട് വണ്ടിയിൽ പോകുന്നു, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ അതിനും മേലെ ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും സഹിക്കാൻ പറ്റില്ല. കാരണം അറപ്പ് വരും നമുക്ക്. എന്തിനാ ഈ പിള്ളേർ ഇങ്ങനെ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഇതൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറെ വല്ല വഴികളും നോക്കിക്കൂടെ. എന്തിനായി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടണം. അതും ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പെൺപിള്ളേരാണ് കുറച്ച് കൂടുതൽ കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഇതേ ട്രെയിനിൽ തന്നെ ഞങ്ങളൊരു എങ്ങനെ പോയാലും നമ്മൾ 8-9 ടീമുകൾ ഉണ്ടാവുമല്ലോ ഒരുമിച്ച് ഇരിക്കുമ്പോൾ. അപ്പോൾ അതിനകത്ത് 2 ചെക്കന്മാരിടുന്നത്. അപ്പോൾ ആ ചെക്കന്മാർക്ക് ഒരിക്കലും ഞങ്ങൾ മലയാളത്തുകാരെന്ന് അറിയില്ല. അപ്പോൾ ആ ചെക്കന്മാർ പരസ്പരം പറയുന്നത് കേട്ടിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഒരു എന്താ പറയുക അറപ്പ് തോന്നി തുടങ്ങി. അവരുടെ പറയാണ്, അതായത് ഈ പിള്ളേരുടെ വീടിൻ്റെ ബാക്കിലാണ് ലേഡീസ് ഹോസ്റ്റലൊക്കെ ഉണ്ട് അത്രേ. അതിനകത്ത് മിക്കതും കേരളത്തിലെ പെൺപിള്ളേരാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പെൺപിള്ളേർ വന്ന് പഠിക്കുന്നുണ്ട് ആന്ധ്രയിൽ. പക്ഷേ കേരളത്തിലെ പെണ്ണുങ്ങളെ പോലെ ആരുമില്ലെന്ന്. കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് നമ്മുടെ നാട്ടിലെ പെൺപിള്ളേരെ കുറിച്ചിട്ട് ആൾക്കാർ പറയുന്നത്. എന്തിനാ അതിനൊക്കെ നിൽക്കണം നിങ്ങൾ? ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയണ്ടോ. എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചയാണ് ഞാൻ പറയുന്നത്. വളരെ മോശമാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ. എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഭൂരിപക്ഷ കുട്ടികളും പഠിക്കാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരിക്കലും അവർ ക്ലാസ്സിൽ കയറുന്നില്ല. കണ്ണി കണ്ട ഇതിലിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന കുറേ എണ്ണം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പഠിക്കുക. അല്ല നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ പഠിക്കണ്ട, നിങ്ങൾ തോന്നിയ പോലെ ജീവിച്ചോ. പക്ഷെ അത് നാട്ടുകാരെ കാണിച്ചിട്ടും ഈ വളർന്നു വരുന്ന തലമുറയ്ക്കും അത് കാണിച്ചു കൊടുക്കരുത്, അത്രേ പറയാനുള്ളൂ കേട്ടോ. കാരണം ആ ചെക്കന്മാരാന്ന് പറയാണ്, എന്താ പറയുക, ആ ചെക്കൻ പഞ്ചാബിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇത്രേ, പിന്നെ ഒറീസയിൽ ജോലി ചെയ്തിട്ടുണ്ട്, തമിഴ്നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരുപാട് പെൺപിള്ളേരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലത്തെ പെൺപിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഇതുപോലെ തന്നെയാണെന്ന്. കാരണം നമ്മൾ കാശ് മുടക്കിയിട്ട് ടിക്കറ്റ് എടുക്കും, ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് എടുക്കും. എന്നാലും അവരെടുത്ത ടിക്കറ്റ് ബർത്ത് വെറുതെ കാലിയായിട്ട് കിടക്കും. കാരണം തൊട്ടപ്പുറത്ത്, അതായത് ഒരു ചെക്കനും പെണ്ണും കൂടിയാണ് ഇപ്പോൾ എടുത്തെന്ന് വെച്ചാൽ ആ ചെക്കൻ്റെ സീറ്റിലാണ് ആ പെണ്ണ് കിടക്കുന്നുള്ളൂ. ഞങ്ങൾ വരുമ്പോൾ കണ്ടതാണ്. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ നീച്ചു പോകാൻ പറഞ്ഞു കേട്ടോ. 2 സീറ്റുണ്ട്, അത് 2 മലയാളത്തുകാരാണ്. ആ ചെക്കനും ഒരു സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്, ആ പെണ്ണിനും ഉണ്ട്. പക്ഷെ ആ പെണ്ണ് എന്താ ചെയ്യുന്ന പറയും, ആ ചെക്കൻ്റെ കൂടെ ആ ബർത്തിലാണ് കയറി കിടന്നിട്ടുണ്ടായിരുന്നത്. താഴത്തെ സീറ്റ് വെറും കാലിയായിട്ട് കിടക്കുക. 2 സീറ്റ് ഉണ്ടായിരുന്നു. ശരി, ഇനിയിപ്പോൾ എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പാണ്, സ്വാതന്ത്ര്യമാണെന്ന് പറയും. കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് അവിടെ കടക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ലൈറ്റ് ഇട്ടു. എന്നിട്ട് ഞങ്ങൾ വെറുണീച്ച് പോകാൻ പറഞ്ഞു. അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബർത്തുണ്ടല്ലോ, അവിടെ കയറി കടന്നോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ലൈറ്റ് ഓഫാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ലൈറ്റ് ഓഫാക്കില്ല, മക്കളൊക്കെ ഇവിടെ കിടക്കണതല്ലേ, ഇരുട്ടല്ലേ പറഞ്ഞിട്ട് ഞാൻ ലൈറ്റ് ഇട്ടു. ആ ചെക്കന്മാരൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ലൈറ്റ് ഇട്ട് കിടന്നാൽ മതി പറഞ്ഞു. കാരണം ലൈറ്റ് ഓഫാക്കി കിടക്കാൻ പറ്റിയിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ലൈറ്റ് ഇട്ടാണ് കിടന്നത്. അത്രയും മോശമായിട്ടാണ് ഇന്നത്തെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആവുന്നതും ഇതുപോലുള്ള ഇതിലൊന്നും കയറി ചെല്ലാതിരിക്കുക. ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ അതേപോലെ തന്നെ നടക്കുക. അല്ല നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേറെ വഴിക്ക് നടക്കാം. പക്ഷേ ഇതുപോലെ എന്താ പറയുക, 4 ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരുന്നിട്ട്
നമ്മുടെ നാട്ടിലത്തെ വില നമ്മളായിട്ട് തന്നെ കളയരുത്. എല്ലാവരും പറയും ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്ന്. ആ നാടിനെ കുറിച്ചിട്ടാണ് മറ്റുള്ള സംസ്ഥാനത്തിലെ ആൾക്കാർ വെറും പുച്ഛത്തോടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെ ഒന്നും ആവരുത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഒരാളെങ്കിൽ ഒരാൾ ഇതൊന്ന് കേട്ടിട്ട് അവരവരെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ വിചാരിച്ചാലും മക്കൾ തെറ്റി വെച്ചാൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ നമ്മുടെ മക്കളിപ്പോൾ എങ്ങനെയെന്നൊക്കെ. പക്ഷെ വളരെ മോശമായിട്ടാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ വളർന്നു വരുന്നത്. വളരെ മോശമാണ്. സങ്കടം കൊണ്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്ത്.